ഒരു നാട് വരാനിരിക്കുന്ന ദുരന്തത്തെ ചെറുക്കാൻ ഒരുമിക്കുമ്പോൾ ആ ചെറുത്തുനിൽപ്പിന് ശക്തി പകരേണ്ടത് ആ നാട്ടിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളും രാഷ്ട്രീയ കക്ഷികളുമാണ്. ചടയമംഗലത്തെ രാഷ്ട്രീയ കക്ഷികൾ എങ്ങനെ കോറി മാഫിയ പ്രവർത്തനങ്ങളെ കാണുന്നു എന്നുള്ളത് ചടയമംഗലം ജനതയും ഉറ്റുനോക്കുന്നു. ചിലർ നിശബ്ദരായി ഒഴിഞ്ഞു മാറി നിന്നേക്കാം. എന്നാൽ പ്രതീക്ഷ നൽകി ഒരു ജനതയ്ക്കൊപ്പം പോരാടാൻ മടിയിൽ കനമില്ലാതെ അവർ ശബ്ദിക്കുന്നു. നാടിനായി, ചടയമംഗലത്തിനായി. നമസ്കാരം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചടയമംഗലം പഞ്ചായത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചടയമംഗലം പഞ്ചായത്തിലെ പാറക്കോറി സംബന്ധിച്ചാണ്. ഇപ്പോൾ കേരള കോൺഗ്രസ് ബിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വ്യക്തമായ ഇതിനകത്ത് അഭിപ്രായങ്ങളുണ്ട്. എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം മേടയിൽ ഒരു കക്ഷി അവരുടെ പ്രോപ്പർട്ടിയിൽ 30ഓളം സെൻറ്റ് അവരുടെ പ്രോപ്പർട്ടിയിൽ ഒരു ബിൽഡിംഗ് വയ്ക്കുന്നതിന് വേണ്ടിയാണ് പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തതെന്നാണ് പറയുന്നത്. പക്ഷേ ആ ബിൽഡിംഗ് പെർമിറ്റ് നോക്കി സ്ഥലം സന്ദർശിച്ച സെക്രട്ടറിയും എയും ഉൾപ്പെടെ യഥാർത്ഥത്തിൽ അവിടെ മണ്ണില്ല. കാര്യം അവിടെ ചെല്ലുമ്പോൾ തന്നെ അറിയാം പാറ പൊങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ മണ്ണില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇങ്ങനെ കൊടുക്കുന്ന കാര്യം 10-30 സെൻറ്റുള്ളവർക്ക് ബിൽഡിംഗ് പെർമിറ്റ് കൊടുത്തവിടെ കെട്ടണം വരുന്നതിന് നമ്മൾ എതിരല്ല. പക്ഷേ ജഡായു ടൂറിസം പോലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ അനുമതി കൊടുക്കുമ്പോൾ വളരെ വസ്തുനിഷ്ഠമായി അത് നോക്കി വേണം നമ്മളത് കൈകാര്യം ചെയ്യാനെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ഇത് അവിടെ മാത്രമല്ല, അതിലൂടെ മേടയിൽ നിന്ന് നേരെ തിരിച്ചാൽ നേരെ മുല്ലോണം കറങ്ങി നമ്മുടെ കളങ്ങാട് വരെ 4 ചുറ്റിനും ഒട്ടനവധി ആൾക്കാർക്ക് വസ്തു, അവരവരുടേതായ വസ്തു, കരം തീർത്ത വസ്തു ഉള്ള പുരയിടങ്ങൾ ധാരാളമുണ്ട് ഈ ജഡായുപ്പാറയുടെ അടിവാരങ്ങളിൽ. ഇപ്പം ഇവിടെ നമ്മൾ അനുമതി കൊടുത്തു. നാളെ കാലത്ത് അതിൻ്റെ തൊട്ട് മുകളിലും ഈ ജഡായുവിൻ്റെ കളങ്ങാട് മേഖലയിലും വലിയ പാറകളുള്ളതാണ്. അപ്പോൾ അവർക്കും 5 സെൻറ്റിന് ഈ പറഞ്ഞ പോലെ പഞ്ചായത്തിൽ ചെന്ന് അനുമതി ചോദിച്ചാൽ ഇതുപോലുള്ള പല ആൾക്കാരും ഈ പാറകൾ പൊട്ടിച്ച് വളരെ താഴ്ചയിലൂടെ ജഡായുപ്പാറയുടെ 4 വശങ്ങളിലും വ്യാപകമായ രീതിയിലുള്ള പൊട്ടിപ്പ് വന്നാൽ നമ്മുടെ ആ ഒരു ജഡായുപ്പാറ ടൂറിസത്തിൻ്റെ സ്ഥിതി എന്താകും എന്ന് ദീർഘവീക്ഷണത്തോടു കൂടി ചിന്തിക്കാൻ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി അടക്കം തയ്യാറാകണം. അല്ലെ, നമ്മളിപ്പോൾ ഒരു വിമർശന ബുദ്ധിയാലല്ല, യാഥാർത്ഥ്യത്തോടു കൂടി കാണാൻ, ഇത്തരം കാര്യങ്ങൾ കാണാൻ നമ്മൾ തയ്യാറാവണം. ഒന്നത്. രണ്ടാമത് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണമ്പാറയായിട്ട് നമുക്കറിയാൻ കഴിയും. 2-3 കോറികൾക്ക് വേണ്ടി അപേക്ഷ വച്ച് ഒരു കോറി തുടങ്ങിയെന്നാണ് അറിയുന്നത്. 2 കോറിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തിരിക്കുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തൊട്ട് തന്നെ അറിയാൻ കഴിയും, നമ്മുടെ ആ ഒരു കോറി പൊട്ടിച്ച് പാറ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളിൽ തന്നെ ഈ പറഞ്ഞ ഒരു ചെറിയ പാലമാണ്. 10 ടൺ പോലും കയറിപ്പോകാൻ ഭാരം ഉള്ള 10 ടൺ ഭാരം കയറിപ്പോകാൻ തക്ക കപ്പാസിറ്റി ഉള്ള പാലമല്ല അവിടെ ഉള്ളത്. പക്ഷേ അത് 20-28 ടൺ കയറ്റി വന്നാൽ ആ റോഡ് തന്നെ ബ്ലോക്കാവും. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു അംഗൻവാടി, കൊച്ചുകുട്ടികൾ പഠിക്കുന്ന പ്രദേശം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോരയിടത്തേക്ക് ബസ്സിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ എളമ്പ്രക്കോട് വനം മേഖല. ആ വനമേഖലയിൽ യൂക്കാലി പ്ലാന്റേഷനാണ്. അത് വലിയ മലയാണ്. ഗവൺമെൻറ്റിൻ്റെ വനം മേഖലയെന്ന് പറഞ്ഞാൽ വലിയ, ആ വനം മേഖലയോട് ചേർന്നാണ് ഈ കണ്ണമ്പാറ എസ്റ്റേറ്റ്. കണ്ണമ്പാറയിൽ ഇപ്പോൾ ഈ കോറിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഈ വനം വകുപ്പിൻ്റെ അടുത്തൂടെയാണ്. പക്ഷേ ഈ 2 കോറികൾക്ക് കൂടി അനുമതി ലഭിച്ചാൽ നമ്മൾ ഈ വയനാട് സംഭവിച്ചതുപോലെ ഈ വലിയ കുന്നാണ് വനം വകുപ്പിൻ്റെ ഈ പ്ലാന്റേഷൻ, ഈ യൂക്കാലി പ്ലാന്റേഷൻ എന്ന് പറയും. ഇത് പാറ തുരന്ന് നമ്മൾ അടിയിലൂടെ പാറ പൊട്ടിച്ച് ചെല്ലുമ്പോൾ സ്വാഭാവികമായി ഇന്ന് കണ്ട വയനാട് പോലെ ഭാവിയിൽ നമുക്ക് പോരയിടമായി തീരുമെന്നുള്ളതിൽ യാതൊരു തർക്കവും. അപ്പോൾ അത്തരം സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ പഞ്ചായത്ത് വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ അതിനെ സമീപിക്കാവൂ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ
എന്തുകൊണ്ട് ഇങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് ഇപ്പോൾ കോൺഗ്രസ് പ്രതികരിക്കുന്നു, BJP-ക്കാർ പ്രതികരിക്കുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പ്രതികരിച്ചു കഴിഞ്ഞു. അപ്പോൾ അതല്ല, നമുക്ക് അവരൊക്കെ വേറിട്ട് നിൽക്കുന്ന അവരവരുടേതായ ഭാഗങ്ങൾ മാത്രമാണ്. പക്ഷേ ഇങ്ങനെ ഒരു പൊതുക്കാര്യം വരുമ്പോൾ, ചടയമംഗലത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു പൊതുക്കാര്യം വരുമ്പോൾ ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്ന ഒരു സർവകക്ഷി യോഗം, ആ സർവകക്ഷി യോഗം വിളിച്ചു കൂട്ടിക്കൊണ്ട് ഇത്തരം സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി ലൈസൻസ് ഇന്ന ആൾക്കാരെന്ന് ആ സർവകക്ഷി യോഗത്തിൽ അവതരിപ്പിക്കുകയും അതിന് പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ അതിൻ്റേതായ എക്സ്പെർട്ടുള്ള ആൾക്കാരെ കൂടെ വെച്ചുകൊണ്ട് ആ കമ്മിറ്റി തീരുമാനിച്ചുകൊണ്ട് നടപ്പിലാക്കുകയാണ് ഫലപ്രദം. അതല്ല എങ്കിൽ ഒരാളെ മാത്രം കുറ്റപ്പെടുത്തുകയും പഞ്ചായത്തിനെതിരെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു, അതിനകത്ത് ഭാഗവാക്കായ പ്രതിപക്ഷങ്ങൾ അവരുടെ ഭാഗം ന്യായീകരിക്കുന്നു. ഇങ്ങനെ പോകുന്ന ഒരു സംരംഭം നമ്മുടെ ചടയമംഗലത്ത് ഉണ്ടാകാൻ പാടില്ല. തുടർന്ന് വരുന്ന ഈ സംഗതികളിൽ പഞ്ചായത്ത് എല്ലാ കക്ഷികളെയും കൂട്ടിക്കൊണ്ട് സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടി അതിൻ്റേതായ എക്സ്പെർട്ടുള്ള ആൾക്കാരെ കൂടെ വിളിച്ചുകൂട്ടിക്കൊണ്ട് നമുക്ക് ഈ പഞ്ചായത്ത് നിലനിൽക്കണം. കാര്യം നമ്മളിപ്പോൾ ആലോചിച്ചിട്ട് ചടയമംഗലം പഞ്ചായത്തിൻ്റെ 4 ചിറ്റിനുമാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. ഈ ചടയമംഗലം പഞ്ചായത്തിൻ്റെ 4 ഭാഗത്തും കോറികൾ തുടങ്ങുന്നതിനുള്ള അനുമതി ഉണ്ടെന്നാണ്, അനുമതിക്ക് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് കണ്ണമ്പാറ, ഇനി 2-3 കോറിക്ക് വേണ്ടി. അത് കഴിഞ്ഞതിന് ശേഷം നെട്ടേത്തറ, നേരത്തെ ഒരു കോറി ഉണ്ടായിരുന്നു, പക്ഷേ അത് സ്റ്റേ ചെയ്ത് കിടക്കുകയാണ്. അത് വീണ്ടും പുതുക്കുന്നതിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുഴിയം, ഇടുക്കുപാറ, അത് കഴിഞ്ഞ് കടന്നൂർ, ഈ ഭാഗങ്ങളിലൊക്കെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇങ്ങനെ 4 ചുറ്റും നമ്മുടെ ചടയമംഗലം പഞ്ചായത്തിൽ ഇതുപോലുള്ള കോറികൾ വന്നാൽ നമ്മുടെ ജീവിത സാഹചര്യം എവിടെ ചെന്ന് നിൽക്കുമെന്ന് നമ്മൾ മൊത്തത്തിൽ നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ ഏത് കക്ഷിയായാലും ഇപ്പോൾ ഈ കോറികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന CSR ഫണ്ടും കാര്യങ്ങളും ഒക്കെ കിട്ടും, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ മരാമത്ത് പണികളും കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ വയനാട് പോലെ ഒരു സെക്കൻഡ് കൊണ്ടെല്ലാം ഒലിച്ചു പോകുന്ന രീതിയിലേക്ക് നമ്മുടെ പഞ്ചായത്ത് എത്തണമോ? അതല്ല, ഈ പഞ്ചായത്തിലെ ഇതുപോലുള്ള കാര്യങ്ങൾ ദീർഘവീക്ഷണത്തോടു കൂടി നമ്മൾ വരുന്ന തലമുറയെ കൂടി സംരക്ഷിക്കുവാൻ ബാധ്യതയുള്ള ഒരു പഞ്ചായത്താക്കി മാറ്റണമെങ്കിൽ നമ്മളൊരു ദീർഘവീക്ഷണത്തോടു കൂടി ഇക്കാര്യത്തിൽ ഒരു ഗൗരവമായ ചർച്ച നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. അത് ഈ ചർച്ച കഴിയുമ്പോൾ അതിന് പഞ്ചായത്ത് തയ്യാറാകും എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി.